പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദ് ഹൈക്കോടതിയിൽ. ഹർജിയിൽ ഹൈക്കോടതി പ്രോസിക്യൂഷന് നോട്ടീസ് അയച്ചു. ഡിസംബർ 8-നകം മറുപടി നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നിഷാദ് ജയിലിലാണ്. ഇവരുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ജിജീഷ്, തടവിൽ കഴിയുന്ന നിഷാദാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി തടയണമെന്നാണ് ആവശ്യവുമല്ലേ? ജിജീഷ്, കേൾക്കാമെങ്കിൽ. പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ടാണ് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജിജീഷ്, കേൾക്കാമോ? കെ പി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റം കണ്ടെത്തി കോടതി ശിക്ഷിച്ച ആളെയാണ് ഇത്തരത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് CPM തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ പ്രചരണമടക്കം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ കോടതിയിൽ നിന്ന് നടപടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നിഷാദ് വിജയിക്കുകയാണ് എങ്കിൽ അത് വീണ്ടും അയോഗ്യനാകപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലാണ് 20 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് DYFI നേതാവ് കൂടിയായ VK നിഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടത്. വലിയ ഒരു യാത്രയപ്പും മുദ്രാവാക്യം വിളികളോടുകൂടിയുള്ള ഒരു ആരവങ്ങളും എല്ലാമായിട്ടായിരുന്നു ജയിലിലേക്ക് VK നിഷാദിനെ CPM DYFI നേതാക്കൾ അയച്ചത്. DYFI ബ്ലോക്ക് പ്രസിഡന്റായ നിഷാദ്, നന്ദകുമാർ എന്നിവരെ കോടതി 20 വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയായാണ് VK നിഷാദ് മത്സരിക്കുന്നത്. എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധിയായി തുടരുന്നതിന് ശിക്ഷാവിധി തടസ്സമാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിയമ പോരാട്ടത്തിലേക്ക് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് നീങ്ങുന്നത്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താനോ പകരം നാമനിർദ്ദേശം നൽകിയിരിക്കുന്ന ആളെ മത്സര രംഗത്ത് തുടരാനോ അനുവദിക്കാതെ ഈ ശിക്ഷിക്കപ്പെട്ട ആളുകൾ, അതും ഗുരുതരമായ കുറ്റം കണ്ടെത്തി 20 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ച ആളുകളെ തന്നെ വീണ്ടും മത്സര രംഗത്ത് ഇറക്കാനും എല്ലാമുള്ള ഒരു നടപടി തന്നെയായിരുന്നു ഉണ്ടായത്. 13 വർഷം മുമ്പ് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസ് നടക്കുന്നത്. തടവ് ശിക്ഷ ലഭിച്ച പ്രതികൾക്ക് വലിയ സ്വീകരണമാണ് CPM നേതൃത്വം ഒരുക്കിയത്. അവരെ പോരാളികളാണ് എന്ന് വാഴ്ത്തുന്ന മുദ്രാവാക്യം വിളികൾ ഉണ്ടായി. കോടതി വളപ്പിലടക്കം ഇത്തരത്തിൽ സ്വീകരണം നൽകി. CPM-ന്റെ V ശിവദാസൻ MP അടക്കമുള്ള ആളുകൾ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ഇതിന് നേതൃത്വം വഹിക്കുകയും എല്ലാം തന്നെ ചെയ്തു. 46-ാം വാർഡിലെ സ്ഥാനാർത്ഥിയും DYFI-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് VK നിഷാദ്. ഒപ്പം തന്നെ TCV നന്ദകുമാർ എന്നിവർ അടക്കമുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇതിനെ ഇപ്പോൾ നിയമ നടപടിയിലൂടെ തടയാം, അല്ലെങ്കിൽ മത്സരരംഗത്ത് തുടരാനുള്ള ഒരു സാധ്യതയും വിജയിച്ചു കഴിഞ്ഞാൽ തുടരാനുള്ള ഒരു സാധ്യതയും എല്ലാം തന്നെ ഉണ്ടാക്കാം എന്നാണ് CPM നേതൃത്വം കരുതുന്നത്. അങ്ങനെയാണ് സ്ഥാനാർത്ഥി VK നിഷാദ് ഇപ്പോൾ ഹൈക്കോടതിയെ ജിജീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികളെ സ്ഥാനാർത്ഥിയാക്കി ജനമധ്യത്തിലേക്ക് ഇറക്കുന്ന ഒരു സമീപനം എന്തിന് CPM സ്വീകരിക്കുന്നു? പ്രത്യേകിച്ച് പയ്യന്നൂരിലെ സമകാലിക രാഷ്ട്രീയമടക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും CPM-നുള്ളിലെ വലിയ വിഭാഗീയത ഇത്തരത്തിൽ അതിക്രമം കാണിക്കുന്നവരെ വാഴ്ത്തപ്പെട്ടവരായി മാറ്റുന്ന ഒരു സമീപനമാണ് കണ്ണൂർ ജില്ലയിലെ CPM നേതൃത്വം സ്വീകരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവുമുണ്ട്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.